ഗൈസ്, ഇന്ന് വന്നിരിക്കുന്നത് ഞാനൊരു കാര്യം പറയാനായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യില്ല, പകരം അത് ഷോർട്ടാക്കി അപ്ലോഡ് ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോ പറയാണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ചാനലിൻ്റെ പേര് മാറ്റിയതിൻ്റെ കാരണം പറയാൻ വന്നതാണ്. ചാനലിൻ്റെ പേര് മാറ്റിയതിൻ്റെ കാരണം, ചേച്ചി എനിക്കൊരു പുതിയ ചാനൽ വേണമെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കിങ്ങനെ ചാനൽ തുടങ്ങണമെന്ന്. അപ്പോൾ ഞാൻ ശരി എനിക്ക് തന്നെ തോന്നി എന്തത് ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇവ ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമാണ് ഞാൻ അതൊക്കെ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഞാനിത് അതുകൊണ്ടാണ് ഞാൻ ഒരു മാതിരി തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പേര് മാറ്റിയത്, മിൻഹാസ് ആൻഡ് ഫീവൽസ് വേൾഡ് കസിൻസ് എന്നിട്ടത്. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ എക്സ്പെരിമെൻറ്റിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് വീഡിയോ നിർത്തുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഫോണിൻ്റെ കുഴപ്പം അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം, ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഫോണിൻ്റെ ഒരു കുഴപ്പമുണ്ട്, ചില സമയത്ത് ലാസ്റ്റ് റെക്കോർഡ് കയ്യിലൊന്ന് കാണിക്കും. അപ്പോൾ അപ്പോൾ ആ വീഡിയോ മൊത്തം പോയില്ലേ എന്ന് വിചാരിക്കും. ഒരു കട്ട് അതിൻ്റെ ഇവിടം വരെ ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഈ ഒരു കട്ട് മൊത്തം പോകും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്താണ്. അപ്പോൾ അതേപോലെ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യുമ്പോൾ അവൻ പറയും എനിക്ക് ചേച്ചി അസിസ്റ്റൻ്റ് ആവണ്ട. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഞങ്ങൾ കാണുമ്പോൾ പോയി ചേച്ചി വീഡിയോ മാറ്റിയേ, രസമില്ലേ കാണാൻ. എനിക്ക് മനസ്സിലായപ്പോൾ ഇതിങ്ങനെ എന്താ മനസ്സിലായില്ല, എന്നാലും മനസ്സിലായി ഈ ഒരു അവനിഷ്ടപ്പെട്ട കണ്ടൻറ്റുകളൊന്നും അല്ല, അവനിഷ്ടം ഈ ചാലഞ്ചുകളൊക്കെ ഉണ്ടാവുമല്ലോ, ചാലഞ്ചസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവന് ഈ ചാലഞ്ചസ് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നെയിം മീറ്റിംഗ് ചാലഞ്ച്, ഒരു റൂമിൽ ഒരു ദിവസം ഇരിക്കുക, ഡേ ഇൻ മൈ ലൈഫ് അവൻ്റെ ആഗ്രഹം കൊണ്ടെടുത്തതാണ് ഒരു ദിവസം. പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ അതിന് മുമ്പ് ഞങ്ങളിങ്ങനെ പ്ലാനിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വിചാരിച്ചിരിക്കുക. ഇപ്പം നെയിം മീറ്റിംഗ് ചാലഞ്ച് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ, മൂക്കുത്തിയ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുക. അപ്പോഴാണ് ഇവിടെ ഒരാൾ പറഞ്ഞത് നെയിം മീറ്റിംഗ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ആരെങ്കിലും ടാർഗറ്റ് ഇടും. അപ്പോഴാണ് ഒരാൾ വന്ന് പറയണത് അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന് പറയുന്ന പോലെ ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ വീഴില്ല, പക്ഷേ നമ്മൾ അന്വേഷിച്ച ആൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എന്തൊരു സന്തോഷം അല്ലേ, അതായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്ത നെയിം മീറ്റിംഗ് ചാലഞ്ചാണ്. അപ്പോൾ അവന് പറഞ്ഞ പോലെ ചാലഞ്ചുകളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഇനി ഹോം ടൂറൊക്കെ വരുന്നുണ്ട്, അതേപോലെ ചാലഞ്ചുകൾ വരുന്നുണ്ട്. ചാലഞ്ചുകളൊക്കെ തല്ല പൊതിഞ്ഞ് ആലോചിച്ചിട്ട് വേണം നോക്കാൻ. എന്തായാലും അങ്ങനത്തെ ചാലഞ്ചുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു.